ഈ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആ മന്തില് ആ പീരിയഡ്സിന്റെ സമയമായിട്ട് പീരിയഡ് വരാതിരിക്കുമ്പോൾ അവരിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കാർഡ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആവും. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, പീരീഡ് ഡിലേ ആവുന്നത് അല്ലെങ്കിൽ ലേറ്റ് ആവുന്നത് അത് പ്രഗ്നൻസിന്റെ മാത്രം ഒരു സിംറ്റം അല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ ഇതിന് ഒരു കാരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ആദ്യത്തേത് ഉറക്കക്കുറവ്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആളുകളൊക്കെ ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ പാറ്റേൺ തെറ്റി കഴിയുമ്പോൾ പീരിയഡ്സ് ഡിലേ ആവാം. പിന്നെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറക്കുകയൊക്കെ ചെയ്ത ആളുകളിൽ പീരിയഡ്സ് ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എല്ലാ മാസത്തെയും അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ പീരിയഡ്സ് ഡിലേ ആവാറുണ്ട്. ഭയങ്കര ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ ഒക്കെ ഉള്ള ആളുകളിൽ, അത് നമ്മൾ പറയുമ്പോൾ ഈ വന്ധ്യതാ കേസുകളിലൊക്കെ അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മിസ്ഡ് പീരിയഡിന്റെ ടൈം ആവുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും. ആ സമയത്തൊക്കെ ആ ആകാംക്ഷ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠ കൊണ്ട് അവരുടെ പീരിയഡ് ഡിലേ ആവാറുണ്ട്. പിന്നെ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങളിൽ PCOD പോലെ തന്നെ പീരിയഡ്സിൽ ഡിലേ വരാറുണ്ട്. അതുപോലെയാണ് നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ പീരിയഡ്സ് ഡിലേ ആവും. അതേപോലെ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളിൽ ആ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് പീരിയഡ്സ് ഡിലേ ആവാറുണ്ട്. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ പീരിയഡ്സ് ഡിലേ ആവാം. പീരിയഡ്സ് ഡിലേ വരുന്ന സമയത്ത് നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് പ്രഗ്നൻസി ഉണ്ട് എന്ന് ആഗ്രഹിച്ചു പിന്നെ അതൊരു നിരാശയിലേക്ക് എത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.